ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ചരിത്രം പരിശോധിച്ചാൽ ഓരോ തലമുറയും ആ തലമുറയെ രൂപപ്പെടുത്തിയത് അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളാണ് രൂപപ്പെടുത്തിയത്. മഹാന്മാരായ സഹാബ കിറാമുകളെ, പ്രിയപ്പെട്ട പ്രവാചകൻ്റെ അനുചരന്മാരെ രൂപപ്പെടുത്തിയത് പ്രവാചകൻ തിരുമേനിയുടെ നുബൂവത്തിൻ്റെ വിദ്യാലയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ്റെ സഹാബികൾക്ക് ശേഷമുള്ളവരെ വിളിക്കുക താബിയുകൾ എന്നാണ്. ആ താബിയുകളെ രൂപപ്പെടുത്തിയത് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കളുടെ തലമുറയെ രൂപപ്പെടുത്തിയത് കുടുംബം, മഹല്ല്, മദ്രസകൾ, നാട്ടുസമൂഹങ്ങൾ എന്നൊക്കെയാണ്. എന്നാൽ ഇന്നത്തെ യുവാവിനെ രൂപപ്പെടുത്തുന്നത് കുടുംബമോ മഹല്ലോ മദ്രസയോ നാട്ടുമഹല്ലോ മാത്രമല്ല. ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവരെല്ലാവരും ജീവിക്കുന്നത് ഒരു പുതിയ ലോകത്താണ്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഏജിലാണ് അവർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏജിലാണ് അവർ ജീവിക്കുന്നത്, സോഷ്യൽ മീഡിയ ഏജിലാണ് അവർ ജീവിക്കുന്നത്, ഗ്ലോബൽ കോമ്പറ്റീഷൻ ഏജിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു നാട്ടു സമൂഹത്തിൻ്റെ രൂപത്തിലല്ല. അവരുടെ സുഹൃത്തുക്കൾ പല രാജ്യങ്ങളിലുണ്ട്, അവരുടെ അധ്യാപകർ പല ഭൂഖണ്ഡങ്ങളിലായിട്ടുണ്ട്. അവരുടെ അറിവിൻ്റെ ഉറവിടം എന്നത് കേവലമായ ഒരു ലൈബ്രറിയിലോ ഒരു വായനശാലയിലോ ഒതുങ്ങുന്നതല്ല. ലോകം മുഴുവൻ മൊബൈലിലെ ഫോണിലാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവരത്തിൻ്റെ ഉടമസ്ഥത മാറി എന്നതാണ്. മുമ്പ് നമുക്ക് വിവരം ലഭിക്കാൻ, അറിവ് ലഭിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യേണ്ടിയിരുന്നു. ഇമാം ബുഖാരി എന്നത് ബുഖാറ എന്ന ഒരു പ്രദേശമാണ്. ബുഖാറ എന്ന പ്രദേശത്തിൽ നിന്നാണ് ഇമാം ബുഖാരിക്ക് ബുഖാരി എന്ന പേര് ലഭിക്കുന്നത്. അദ്ദേഹം അറിവ് ശേഖരിക്കാൻ, ഒരു ഹദീസ് ശേഖരിക്കാൻ, ഒരു പ്രവാചക വചനം ശേഖരിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം അഹമ്മദ് നിരവധി രാജ്യങ്ങളിൽ സന്ദർശിച്ചുകൊണ്ടാണ് വിജ്ഞാനം അന്വേഷിച്ചത്. ഇന്നത് വേണ്ട. സെക്കൻഡുകൾക്കുള്ളിൽ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാം, അറബി ഭാഷ പഠിക്കാം, തഫ്സീർ പഠിക്കാം, ഫിഖ് കോഴ്സുകൾ ചെയ്യാം, ഹദീസുകളുടെ ഡാറ്റാബേസുകൾ പരിശോധിക്കാം. AI ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംശയങ്ങൾക്ക് ഉടനെ മറുപടി ലഭിക്കുന്ന ഇതൊരു അനുഗ്രഹമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു വലിയ മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. ദീനിയായ മതപരമായ അറിവിൻ്റെ ഏക ഉറവിടം അങ്ങനെ ഒരു മദ്രസയല്ല, സ്കൂളല്ല, അറബി കോളേജുകളല്ല, കോളേജുകളല്ല എന്ന ബോധം യുവാക്കൾക്കുണ്ടാവുകയാണ്. അതിനാൽ അവർ ചോദിക്കുന്നത്, അറിവ് ലഭിക്കാൻ ഞങ്ങൾക്ക് ഒരു സംഘടന ആവശ്യമുണ്ടോ, സംഘടിതമായ ജീവിതം ആവശ്യമുണ്ടോ? ഈ ചോദ്യം ഒരു വിമർശന സ്വഭാവത്തിലുള്ളതല്ല. അത് അവരുടെ അനുഭവ ലോകത്തിൽ നിന്ന് ഉയരുന്ന സ്വാഭാവികമായ ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു കുട്ടിയുടെ അഭിപ്രായത്തെ സ്വാധീനിച്ചിരുന്നത് അവൻ്റെ മാതാപിതാക്കളായിരുന്നെങ്കിൽ, അവൻ്റെ അധ്യാപകനായിരുന്നെങ്കിൽ, അവരുടെ പഠിപ്പിച്ച മദ്രസയിലെ ഉസ്താദുമാരായിരുന്നെങ്കിൽ, അവരുടെ ബന്ധുക്കളായിരുന്നെങ്കിൽ, അവരുടെ നാട്ടുകാരായിരുന്നെങ്കിൽ, ഇന്ന് അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വലിയ ലോകമുണ്ട്. ഇൻസ്റ്റഗ്രാമുണ്ട്, യൂട്യൂബുണ്ട്, പോഡ്കാസ്റ്റുണ്ട്, എക്സ് ഉണ്ട്, ലിങ്ക്ഡൻ ഉണ്ട്, AI പ്ലാറ്റ്ഫോമുകളുണ്ട്, ഓൺലൈൻ ഇൻഫ്ലുവൻസർമാരുണ്ട്. ഒരു യുവാവ് നിരന്തരമായി നൂറുകണക്കിന് അഭിപ്രായങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാശയത്തിൽ മാത്രമല്ല അവൻ ജീവിക്കുന്നത്. അവൻ വ്യത്യസ്ത ചിന്തകളെ താരതമ്യം ചെയ്യാൻ തന്നെ അവന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ യുവാവ് കൂടുതൽ ചോദിക്കുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ തെളിവെന്താണ്? ഇതിനൊരു അഭിപ്രായമില്ലേ? ഇതിന് മറ്റൊരു അഭിപ്രായമില്ലേ? ഇത് ഒരു അനുസരണക്കേടിൻ്റെ സ്വഭാവമായി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു അനുസരണക്കേടല്ല, ഒരു വിവരസമൃദ്ധമായ ഒരു ലോകത്ത് വളർന്നതിൻ്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. AI കാലത്തിൻ്റെ പുതിയ തലമുറയുടെ ചിന്താരീതി എന്ന് പറയുന്നത് അന്ന് യുവാക്കൾ ഉത്തരങ്ങൾക്കായി കാത്തു നിൽക്കുന്നില്ല എന്നാണ്. അവർ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവർ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ AI-യുടെയും സെർച്ച് എഞ്ചിൻ്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും മൊത്തം അവരുടെ പഠനരീതിയെ
മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്ന മറുപടി മതപണ്ഡിതന്മാരുടെ മറുപടിയായിരുന്നാലും, അധ്യാപകരുടെ മറുപടിയായിരുന്നാലും, രക്ഷിതാക്കളുടെ മറുപടിയായിരുന്നാലും, ഇത് ഇങ്ങനെയാണ് എന്ന മറുപടി പലപ്പോഴും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന നാം മനസ്സിലാക്കണം. അവർ തെളിവുകൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം ഈ അന്വേഷണ മനോഭാവത്തെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്ന അഫലാ തദബ്ബറൂൻ അഫലാ തഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, അവർ വിചിന്തനം ചെയ്യുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? അതുകൊണ്ട് ചോദ്യങ്ങളെ ശത്രുവായി കാണാതെ ശരിയായ അറിവിലേക്ക് നയിക്കാനുള്ള അവസരമായി കാണണം എന്ന് നാം മനസ്സിലാക്കണം. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ കുട്ടികൾ കരിയർ കേന്ദ്രീകൃതമായ ഒരു ജീവിതഘടനയിലാണ് ഇന്നുള്ളത്. മുൻകാലത്തെക്കാൾ കൂടുതൽ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് അവരുടെ മുമ്പിൽ എൻട്രൻസ് എക്സാമുകളുണ്ട്, IELTS ഉണ്ട്, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്, എന്റർപ്രണർഷിപ്പ് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്, പ്രൊഫഷണൽ സ്കിൽസ് ഉണ്ട്, കോമ്പറ്റിറ്റീവ് എക്സാംസ് ഉണ്ട്. ഇങ്ങനെ ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ എനിക്കെവിടെയാണ് സമയം? ഇത് ഇസ്ലാമികമായ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വൈമുഖ്യമുണ്ടാകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ മുൻഗണനകളിൽ മാറ്റം സംഭവിച്ച ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരിച്ചറിയലിൻ്റെ ഐഡൻറ്റിറ്റിയിലെ വലിയൊരു മാറ്റമുണ്ട്. പണ്ടൊക്കെ ഒരു മുസ്ലിമായ അല്ലെങ്കിൽ ഒരു വിശ്വാസിയായ ഒരാൾ പറയുമായിരുന്നു, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന മഹല്ലുകാരനാണ്. ഇന്ന് ഞാൻ ഒരു ഗ്ലോബൽ ഐഡൻറ്റിറ്റിയെ സൂക്ഷിക്കുന്നതിനാണ് പല ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഒരു മഹല്ലിലെ ഒരു ഖത്തീബിൻ്റെ ഒരു നാട്ടുകൂട്ടത്തിലെ ഒരു സ്ഥലത്തെ മാത്രം പ്രഭാഷണം കേൾക്കുന്നതിൽ അവർ തൃപ്തരല്ല. അവർ വിചാരിക്കുന്നത് അവർ മക്കയിലെ കുത്തുബ കേൾക്കുന്നുണ്ട്, മലേഷ്യയിലെ അധ്യാപകന്റെ ക്ലാസ് കാണുന്നുണ്ട്, തുർക്കിയിൽ നിന്ന് ചരിത്രം പഠിക്കുന്നുണ്ട്, യൂറോപ്പിലെ മുസ്ലിങ്ങളുടെ അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്, അമേരിക്കയിലെ പ്രബോധകന്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട്. ഇത് ഒരു അവസരമാണ്, അതോടൊപ്പം ഒരു വെല്ലുവിളിയുമാണ്. കാരണം പ്രായോഗികമായ ജീവിതത്തിലെ സാമൂഹികമായ അന്തരീക്ഷത്തിലെ ഒരു പ്രദേശത്തിൻ്റെ മഹലിൻ്റെ ഭാഷയോ ഒരു ആഗോള മുസ്ലിം തിരിച്ചറിയലും തമ്മിൽ പാലം പണിയേണ്ട വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും തന്നെ സ്വീകരിക്കാത്ത ഒരു സമീപനമായിരുന്നു ഒരു പ്രവൃത്തിയെ മാത്രം, ഒരു മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയെ മാത്രം നോക്കിയിട്ട് അവനെ വിലയിരുത്തുക എന്നത്. അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട്, അവരുടെ ഹൃദയങ്ങളെ വായിച്ചുകൊണ്ട് എന്നതിനൊക്കെ ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നൽകുക. ഇതാണ് പ്രബോധനത്തിൻ്റെ പ്രവാചക മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് യുവാക്കളെ സമീപിക്കുമ്പോൾ തന്നെ നാം ചോദിക്കേണ്ടുന്ന ആദ്യ ചോദ്യം അവർ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ്. അതിനുശേഷമാണ് നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാം എന്നാണ് നാം ചോദിക്കേണ്ടത്. അവർ ഇന്ന് യഥാർത്ഥത്തിൽ ചെറുപ്പം എന്നത് അവർക്ക് മതപരമായ ധാരാളം കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ദീനിനെ മനസ്സിലാക്കുന്ന രീതിയാണ് മാറിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ അവരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. അവർക്ക് വലിയ ഭക്തിയുണ്ട്, അവർക്ക് നമസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, അവർക്ക് ഉംറയുണ്ട്, അവർക്ക് ഖുർആൻ പഠനമുണ്ട്, അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. പക്ഷേ സംഘടിതമായ സാമൂഹിക പങ്കാളിത്തം കുറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് മതമില്ല എന്നതല്ല, അവർക്ക് മതപരമായ ഭക്തിയില്ല എന്നതല്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം ഇൻഡിവിജ്വാലിസത്തിന്, വ്യക്തി കേന്ദ്രീകൃതമായ ജീവിത ദർശനത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ലോക സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആശയമേത് എന്ന് ചോദിച്ചാൽ അത് ഇൻഡിവിജ്വാലിസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വ്യക്തി കേന്ദ്രീകൃതമായ ജീവിത ദർശനം. അതുകൊണ്ട് തന്നെ യുവാക്കൾ, ഒരു ചെറിയ കുഞ്ഞ് അവൻ വളരുമ്പോൾ തന്നെ എല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ ലൈഫ്, മൈ ചോയ്സ്, മൈ കരിയർ, മൈ ഹാപ്പിനെസ്, മൈ ഡ്രീം, മൈ സ്പേസ്, മൈ ഐഡൻറ്റിറ്റി എന്ന് മാത്രമാണ്. എല്ലാം എൻ്റെ ചോയ്സ് എന്താണ്, എൻ്റെ തിരഞ്ഞെടുപ്പ് എന്താണ്, ജോലി എന്താണ്, ഇങ്ങനെ സമൂഹത്തിനേക്കാൾ വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഈ ചിന്ത വിദ്യാഭ്യാസത്തിലൂടെയും പരസ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ധാരാളമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്വാധീനം
അവൻ്റെ ആത്മീയമായ ജീവിതത്തെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എനിക്ക് എൻ്റെ പടച്ച തമ്പുരാനുമായി എനിക്ക് ബന്ധമുണ്ട്, പക്ഷേ ഒരു സംഘടിതമായ പ്രവർത്തനത്തിനോ സംഘടിതമായ ജീവിതത്തിനോ ഞാൻ സന്നദ്ധനല്ല. ഞാൻ നല്ല മുസ്ലിമായാൽ പോരെ, നല്ലൊരു വ്യക്തിയായിരുന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട്. അതേസമയം നാം മനസ്സിലാക്കണം, വ്യക്തിയെ ഇസ്ലാം ആദരിക്കുന്നു, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേസമയം വിശുദ്ധ വേദം പറയുന്നത് നന്മയിലും ദൈവഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നാണ്. പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ ഒരിക്കലും സഹകരിച്ചു പോകരുത്. സൂറത്തുൽ മാഇദയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു സാമൂഹിക തത്വമാണ് ഈ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം ഒറ്റക്ക് നല്ലവനാവുക മാത്രം പോരാ, നന്മയുടെ ശൃംഖലയുടെ ഭാഗമാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല ഉത്തമ സമൂഹമാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് സൂറത്തു ആലിംറാനിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും നല്ല വ്യക്തി എന്നല്ല ഇവിടെ പറയുന്നത്, ഏറ്റവും നല്ല സമൂഹം എന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാഷ ഉമ്മത്ത്, ജമാഅത്ത്, സഹകരണം, സാഹോദര്യത്വം എന്നീ ആശയങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത് ഇസ്ലാമികമായ ഒന്നിച്ചു നിൽക്കുന്നതിന് വേണ്ടിയില്ല, മനുഷ്യന്റെ ദുർബലതയെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കൾക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സംഘടനകളെ ഭയക്കുന്നത് ഞങ്ങളുടെ ഫ്രീഡത്തെയോ നമ്മുടെ ഹൈറാർക്കിയെയോ നമ്മുടെ പാർട്ടിസിപ്പേഷനെയോ നമ്മുടെ ഓണർഷിപ്പിനെയോ ഒക്കെ ഇല്ലാതാക്കും എന്നവർ ഭയപ്പെടുന്നുണ്ട്. ഇൻഡിവിജ്വാലിസത്തിൻ്റെ വലിയ ദൂഷ്യങ്ങൾ ഇന്ന് സമൂഹം അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം വ്യക്തി കേന്ദ്രീകൃത ജീവിതത്തെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് കാണുക സാധ്യമല്ല. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സംസ്കാരം ഇന്ന് ശക്തിപ്പെട്ടു നിൽക്കുന്നു, അതിൻ്റെ സ്വാധീനം യുവാക്കളിൽ കാണപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും അവർ നമസ്കരിക്കുന്നുണ്ടെങ്കിലും ഉംറക്ക് പോകുന്നുണ്ടെങ്കിലും ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിലും അവരുടെ സംഘടനാപരമായ സജീവമായ സേവന പ്രവർത്തനങ്ങളിലോ നേതൃത്വം ഏറ്റെടുക്കുവാനോ മടിക്കുന്നുണ്ടോ എങ്കിൽ അത് ഒരു അനുഭവത്തിൻ്റെ പ്രശ്നമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യുവാവ് ഒരു സംഘടനയെ എങ്ങനെയാണ് അനുഭവിക്കുന്നത്, ആ അനുഭവിക്കുന്നത് അവൻ്റെ ഫ്രീഡം നഷ്ടപ്പെടുന്ന രൂപത്തിലാണെങ്കിൽ പിന്നീട് ആ യുവാവ് വരികയില്ല. അവൻ വിചാരിക്കുന്നു, എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ, എൻ്റെ അഭിപ്രായം കേൾക്കുമോ, എനിക്ക് വിയോജിക്കുവാനുള്ള അവകാശമുണ്ടോ, ഞാൻ നിർദ്ദേശം വെച്ചാൽ അത് പരിഗണിക്കുമോ? ഈ ചോദ്യങ്ങളെ അഹങ്കാരമായി കാണുന്നു എന്നത് മുതിർന്ന നേതൃത്വം എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഉത്തരവാദിത്വത്തോടെ പങ്കാളിയാകാനുള്ള അവൻ്റെ ആഗ്രഹത്തെയാണ് ഈ ചോദ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് കേൾക്കുക എന്ന് മാത്രം പറഞ്ഞിരുന്നില്ല. പല വിഷയങ്ങളും സഹാബിമാരുമായിട്ട് ശൂറ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും, കൂടിയാലോചന നടത്തിയതായിട്ട്. ബദർ യുദ്ധത്തിൽ ഹുബാബ് ബിൻ അൽ മുന്ദിർ എന്ന് പറയുന്ന വ്യക്തിയോട് യുദ്ധതന്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അഭിപ്രായത്തെ പ്രവാചകൻ സ്വീകരിക്കുകയാണ്. ഖന്തക്ക് യുദ്ധത്തിൽ സൽമാൻ അൽ ഫാരിസി മുന്നോട്ട് വെച്ച കിടങ്ങ് കുഴിക്കുന്ന ആശയമാണ് പ്രവാചകൻ സ്വീകരിച്ചത്. ഹുദൈബിയ ഉടമ്പടിക്ക് ശേഷം സഹാബികൾ മാനസികമായി വിഷമിച്ചപ്പോൾ ഉമ്മ സലമ റളിയല്ലാഹു അൻഹയുടെ ഉപദേശമാണ് പ്രവാചകൻ സ്വീകരിച്ചത്. അതുകൊണ്ട് പരസ്പരം കൂടിയാലോചനകൾ ആണ് നടത്തേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശൂറ എന്ന് പറയുന്നത് കേവല ഭരണരീതി മാത്രമല്ല, ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മുതിർന്നവർ തീരുമാനിക്കുകയും യുവാക്കൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന മേശയിൽ ഞങ്ങൾക്ക് വല്ല സീറ്റുമുണ്ടോ എന്നാണ് യുവാക്കൾ ചോദിക്കുന്നത്. അവരെ വിളിക്കുന്നത് കസേര നിറക്കാൻ മാത്രമല്ല, ഭാവിയെ നിർമ്മിക്കാനാണോ എന്നത് വലിയൊരു ചോദ്യമായി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഓണർഷിപ്പ് ഉണ്ടാകണം, പാർട്ടിസിപ്പേഷൻ മാത്രം പോരാ, ഓണർഷിപ്പ് വേണം എന്ന് പാഠങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് യുവാക്കൾക്കാണ് ഉത്തരവാദിത്തങ്ങൾ നൽകിയത്. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ തന്നെ സൈന്യാധിപനായി നിയമിക്കപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അധ്യാപകനായി
പ്രവാചകനായും കാളിയായും നിയമിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. മിസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ ആദ്യത്തെ പ്രബോധകനായിട്ട് നിയോഗിക്കപ്പെട്ടു. അലി ബിൻ അബി ത്വാലിബിനെ ഹിജ്റയുടെ രാത്രിയിൽ അതീവ നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. യുവാക്കൾക്ക് വിശ്വാസം നൽകുന്ന പ്രവാചക മാതൃകയാണ് യഥാർത്ഥത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട് സംഘടനകൾ ശ്രദ്ധിക്കേണ്ടത്, സംഘടനകളിലേക്ക് അവർ വരുന്നില്ല എന്ന്, യുവാക്കൾ വരുന്നില്ല എന്ന് ആശങ്കപ്പെടുന്നെങ്കിൽ സംഘടനകൾ ആലോചിക്കേണ്ടുന്ന കാര്യം, ഇന്നത്തെ യുവാവ് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഒരു നിരാശയിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന് നാം അറിയണം. ഇന്നത്തെ യുവാവ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പള്ളികളിൽ മസ്ജിദിൽ മാത്രം ജീവിക്കുന്ന യുവാവല്ല, അവൻ ഡിജിറ്റൽ ലോകത്ത് കൂടി ജീവിക്കുന്നതാണ്. അവിടെ അവൻ കാണുന്നത് എന്താണ്? പരസ്പരമുള്ള വിമർശനങ്ങളാണ്, വിഭാഗീയമായ തർക്കങ്ങളാണ്, ട്രോളുകളാണ്, അപമാനങ്ങളാണ്, വ്യക്തിഹത്യകളാണ്, സംശയ പ്രചാരണങ്ങളാണ്, കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഇതാണോ ഇസ്ലാമിൻ്റെ മുഖം എന്നവൻ സ്വാഭാവികമായും അവൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ചോദ്യമുയരും. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്രതികരണങ്ങളും അല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചല്ലോ, എൻ്റെ ദാസന്മാരോട് ഏറ്റവും നല്ല വാക്കുകൾ പറയുക എന്ന്. അതുപോലെ പ്രവാചകൻ പറഞ്ഞ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന്. ഈ അഖ്ലാഖ്, ഈ സ്വഭാവ പരികൽപ്പന ഡിജിറ്റൽ പ്രബോധനത്തിനും ബാധകമാണ് എന്ന് മതപണ്ഡിതന്മാർക്കും അറിയാത്തതിൻ്റെ കുഴപ്പവും നമ്മുടെ സമൂഹത്തിൽ വലിയ ദുരന്തമുണ്ടാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിധിയെഴുത്തിൻ്റെ ഒരു സംസ്കാരം വളർന്നു വരികയാണ് എന്ന് പറഞ്ഞാൽ, ഒരു യുവാവ് ചിലപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് അവൻ കടന്നു വരും. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് അവൻ്റെ ഹൃദയത്തെക്കുറിച്ചല്ല, അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അവൻ്റെ താടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവൻ്റെ മൊബൈലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അവൻ്റെ സുഹൃത്തുക്കളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അവൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അവൻ മുടി നീട്ടി വളർത്തിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അവൻ്റെ കുപ്പായത്തിൻ്റെ രീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവൻ മനസ്സിലാക്കുന്നു, അപ്പോൾ ഞാൻ സ്വീകരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, ഞാൻ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ലല്ലോ ഒരു പ്രബോധന പ്രവർത്തനം നിർവഹിച്ചത്. നബി ആദ്യം മനുഷ്യനെ സ്വീകരിക്കുകയാണ്, പിന്നീട് അവനെ വളർത്തുകയാണ്. കൊടുംപാപികളോട് പോലും പ്രത്യാശയുടെ ഭാഷ സംസാരിച്ച റസൂലുള്ളയെയാണ് നമുക്ക് കാണാൻ കഴിയുക. മസ്ജിദിൽ മൂത്രമൊഴിച്ച ബധുവായ കാട്ടറബിയായ മനുഷ്യനോട് അദ്ദേഹം അപമാനത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നില്ല, മൃദുവായി പഠിപ്പിക്കുകയാണ്. ഖുർആൻ സൂചിപ്പിച്ചല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യത്താലാണ് അവരോട് സൗമ്യനായത്. നിങ്ങൾ പരുഷനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ നിങ്ങളുടെ ചുറ്റുനിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്നത്. അങ്ങനെ നമുക്ക് ആദ്യം സ്നേഹിക്കുവാനും പിന്നീട് ഉപദേശിക്കുവാനും അങ്ങനെ ബന്ധം സ്ഥാപിക്കുവാനും തിരുത്തുവാനും കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, യുവതയുടെ സംഘവിമുഖതയിൽ നിന്ന് യുവസമൂഹത്തെ വീണ്ടും സംഘത്തിൻ്റെ സംഘാതത്തിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ കൂടുതൽ നിർമ്മാണാത്മകമായ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സംഘബോധത്തോടുകൂടി ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു സമൂഹമായി പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.